ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. വൈകുന്നേരമൊക്കെ 4 മണി പലഹാരമായിട്ടും അതുപോലെ കുഞ്ഞുമക്കൾക്ക് ടിഫിനായിട്ട് കൊടുത്തേക്കാനൊക്കെ പറ്റുന്ന നല്ല സിമ്പിൾ സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് കാബേജും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് capsicum ആഡ് ചെയ്യാം. പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും. ഇനി 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണീസും ആഡ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മയോണീസിൻ്റെയും തൈരിൻ്റെ ഒക്കെ അളവ് കൂട്ടാം. ഇനി ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഇനി 2 സ്ലൈസ് ബ്രെഡ് എടുക്കണം. അപ്പോൾ ഒന്നിലേക്ക് മാത്രമായിട്ട് സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബ്രെഡിലേക്ക് നമുക്ക് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ മിക്സിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് മിൻറ്റ് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്ലൈസിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ എല്ലാ ബ്രെഡും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ എല്ലാ ബ്രെഡിൻ്റെ മുകളിലേക്കും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിന് കൂടി നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡ് സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. ചിക്കൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുട്ട പോലും ആവശ്യമില്ല. അപ്പോൾ നല്ല ഈസിയാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.